നിങ്ങളെ ആ സാറുമായിട്ടില്ല കളിയും ചിരി അത്ര നല്ലതിനല്ല. എവിടുന്നോ വന്നൊരുത്തൻ അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് എന്റെ കൈ വടക്കാക്കാൻ ഇടവരുത്തരുത്. ഇല്ല ചേട്ടാ, ആ സാറ് നല്ല ആളാണെന്ന് തോന്നുന്നു. എന്തോ നിന്റെ മനസ്സറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ. നിനക്ക് ആ സാറിന് ഇഷ്ടമാണോ? അയാൾ ആരാണെന്ന് വിചാരിച്ചാ നീ ഇഷ്ടപ്പെടുന്നത്? എഞ്ചിനീയറാ. നീയോ വെറും ഒരു ചായക്കടക്കാരന്റെ മോൾ. ആ സ്നേഹത്തിന് അങ്ങനെയൊന്നും ഇല്ലെന്ന് വെച്ചോ. നീ വിഷമിക്കൊന്നും വേണ്ട. നാളെ ഉച്ചയ്ക്ക് നീ വീട്ടിലോട്ടോ. എന്തിനാ ചേട്ടാ? അതൊക്കെ പറയാം. മാമൻ ഇതിനു മുൻപും ഇങ്ങനെ സമ്മാനം കൊടുക്കാൻ പോയിട്ടുണ്ടോ? പിന്നെ എനിക്ക് തന്നത്ര സമ്മാനം ആർക്കും കൊടുത്തു കാണില്ല അല്ലേ? അതില്ല. മോള് മിടുക്കിയല്ലേ. എന്നെ പോലെ തന്നെ സാറിനെ മോളും ബോറടിപ്പിച്ചോ? മോള് സാറിന് മരുന്നിട്ടെ ആ കുപ്പായൊക്കെ ചീറ്റാവും. സാരല്ലേ, മോളിരുന്നോട്ടെ. വേണ്ട മോളെ, അകത്ത് അമ്മടുത്തല്ലേ. സാറേ, ഞങ്ങളുടെ വീടൊക്കെ ചെറുതാ. വീട്ടിലെന്ത് കാര്യമിരിക്കുന്നു? മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിലല്ലേ. ആ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈ ഗ്രാമത്തില് സാറിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയോ? അതാരാ? ഉണ്ട് സാറേ. പാവപ്പെട്ടവളാണേലും അവള് നല്ല സുന്ദരിയാ. സാറിന് ഇഷ്ടപ്പെട്ട സ്നേഹിച്ചോ. പക്ഷെ സ്നേഹിച്ചാ കല്യാണം കഴിക്കണം. ചായ. സാറേ, ഇതല്ല പെണ്ണ്, ഇതെന്റെ ഭാര്യയാണ് രാജമ്മ. ഇതിനുമുമ്പ് സാറ് കണ്ടിട്ടില്ലല്ലേ? നീ അവളോട് ഇങ്ങോട്ട് എഴുന്നള്ളം പറ. ചായ. ആ സാറേ, ഇതാ പെണ്ണ്. കറികളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീ ആ കോഴി ഇറച്ചി ഇങ്ങോട്ട് വിളമ്പിക്കൊണ്ട് രാജമേ. കഴിക്കും സാറേ. രാജമ്മയുടെ കോഴിക്കറി എന്നാ കൈ കടിക്കും. പിന്നെ ദിവസവും സാറ് കോഴിക്കറി വേണമെന്ന് പറഞ്ഞ് ഇവിടെ വരും. അല്ലേ മോളെ? ആ കൊതി കൊണ്ട് കൈയും കൂടി കടിച്ചു തന്നരുത്. കൈ മാത്രമല്ല, എല്ലാം ഞാൻ കടിച്ചു തിന്നു. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നിന്നെ കൊണ്ട് ദിവസവും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിച്ചു തിന്നെ. ദിവസവും ചിക്കൻ ഫ്രൈ തിന്നാലേ മര്യാദയ്ക്ക് കിടന്നുറങ്ങില്ല. ആഹാ, ഉറങ്ങാൻ വേണ്ടിട്ടാണോ കല്യാണം കഴിക്കുന്നത്? പോകോ വേട്ടാ. എന്താ സാറേ, കോഴി കഷ്ണം പല്ലിൽ ഉടക്കിയോ? ഇല്ല. അല്ല, നിർത്തിയോ? എന്താ ഊണ് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് മതിയായി. പാലം പണി കഴിയുമ്പോ ചേട്ടൻ പോകുമല്ലോ. പാലം പണി ഞാൻ വേഗം തീർക്കാതിരുന്നാ പോരെ?
ചേട്ടൻ വലിയ എഞ്ചിനീയർ. പാവപ്പെട്ട എന്നെ കല്യാണം കഴിക്കാൻ ചേട്ടന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? സമ്മതിക്കുമോ എന്നാണ് രാജമ്മയുടെ ഭയം അല്ലെ? എന്റെ ആഗ്രഹത്തിനെതിരായി ഒന്നും തന്നെ എന്റെ അച്ഛൻ ചെയ്യില്ല. നീ ഒന്നും ഭയപ്പെടണ്ട. പാലത്തിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ പിള്ളേർ പാലത്തിന് മുകളിലൂടെ ഓടി നടക്കും. ഒന്ന് പോ ചേട്ടാ. ഡ്രസ് മുഴുവനും നനഞ്ഞു. ഇനി എന്താ ചെയ്യുക? സാരമില്ല, അതിന് ഞാൻ വഴിയുണ്ടാക്കാം. പുഴയിൽ നിന്നേതോ ഭൂമി വഴുതി വീഴും ഈ മിഴികളിലെങ്ങോ നാണം ഒഴുകി വരും. കുളിരിലൻ ഹൃദയം കുതിർന്നു പോയി, കുളിരിലൻ ഹൃദയം കുതിർന്നു പോയി. തളിരിളം ഈതളിൽ വെൺ പനിമണി പോ പുഴയിൽ നിന്നേതോ ഭൂമി വഴുതി വീഴും. ഈ കൂരിരുൾ മാളങ്ങളിൽ തീക്കായുമെന്റെ മനവും, കൂരിരുൾ മാളങ്ങളിൽ തീക്കായുമെന്റെ മനവും. അതിലായിരം അനുഭൂതികൾ ചിറകാർന്നൊരേ നിമിഷവും, ആയിരം അനുഭൂതികൾ ചിറകാർന്നൊരേ നിമിഷവും. നിൻ മൗനമോഹങ്ങളോ പുഴയിൽ നിന്നേതോ ഭൂമി വഴുതി വീഴും ഈ മിഴികളിലെങ്ങോ നാണം ഒഴുകി വരും. കുളിരിലൻ ഹൃദയം കുതിർന്നു പോയി, കുളിരിലൻ ഹൃദയം കുതിർന്നു പോയി. തളിരിളം ഈതളിൽ വെൺ പനിമണി പോ പുഴയിൽ നിന്നേതോ ഭൂമി വഴുതി വീഴും. ആഴങ്ങളിൽ തുഴയൂന്നി എന്നനുരാഗ നൗക നീന്തി, ആഴങ്ങളിൽ തുഴയൂന്നി എന്നനുരാഗ നൗക നീന്തി. പൂമീനുമായി അഭിലാഷമായി പൊന്മാൻ പറന്നു പൊങ്ങി, മീനുമായി അഭിലാഷമായി പൊന്മാൻ പറന്നു പൊങ്ങി. സ്വർഗീയ തീരങ്ങളിൽ ഒരു ടെലഗ്രാം ഉണ്ട്.
start immediately. Uncle serious. അവരാരും ഇവിടെ ഇല്ല സാറേ. എവിടെ പോയിരിക്കാന്നറിയോ? രാജമ്മയുടെ വലിയച്ഛനെ കാണാൻ വൈക്കത്ത് പോയിരിക്കുക. സാറ് എവിടുന്ന? എന്താ? ഗോപി സാറല്ലേ? സാറിന്റെ വിദേശത്തുള്ള സ്വന്തക്കാർക്കാർക്കോ സുഖമിൽ നിന്ന് ടെലഗ്രാം ഒന്ന് പോയിരിക്കുക. എന്ന് വരുമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. എന്ത് പറ്റി? പോയി വല്ലതും ഉണ്ടാക്കിയിട്ട് വല്ലേ? ചന്തയിലോട്ട് ചെന്നാൽ പൊന്നിന്റെ വിലയാ എല്ലാത്തിനും. ഇതാ കണ്ടില്ലേ എത്ര രൂപയാണെന്നറിയാവോ ഈ മീനിന്? ഒരു നേരം വെക്കാൻ തികയില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ എന്താവോ എന്തോ. ഓരോ കാലം തന്നെ. ഓ ദൈവമേ. മോളെ എന്ത് പറ്റി മോളെ? എന്റെ ഭഗവതി, ഞാൻ എന്താണ് ഈ കേൾക്കണത്? എനിക്കൊരു സംശയമില്ല. നീ വീടിന്റെ മാനം കളഞ്ഞല്ലോ. ഞാൻ ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? നിന്നെ ഞാൻ മാറി നിൽക്കൂ. അവളെ ഉപദ്രവിച്ചോണ്ട് കാര്യമുണ്ടോ? ആരാണെന്ന് പറ മോളെ. ഞാൻ പറയില്ല. നീ പറയില്ലല്ലേ? നിന്നെ ഞാൻ ഈ പുഴയിൽ ഒഴുക്കും. മാറി നിൽക്കൂ. ഇനി അവളെ കല്ലണ്ട. പറയടി, പറയാൻ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എല്ലാം അച്ഛനെ മനസ്സിലായി മോളെ. അച്ഛൻ പറയുന്നത് പോലെ മോളെ കേൾക്കും. കിടക്കണൊന്നും എടുക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? നേരെ നോക്കി നടക്ക. മോള് സ്കൂളിൽ പോവാ? അതെ. ഇത് എന്ത് വണ്ടിയാ മാമ? ജീപ്പ്. മോളെ നീ ഇങ്ങോട്ടിറങ്ങ്. ഞാൻ മാമന്റെ കൂടെ സ്കൂളിൽ പോയിക്കോളാം. എന്നെ കൊണ്ടുപോയി വിടുവോ മാമ? നളിനി ഇങ്ങോട്ടിറങ്ങാൻ. ഞാൻ ഈ ജീപ്പിൽ ചെന്ന് ഇറങ്ങിയാലേ വലിയ ഗമയായിരിക്കും അല്ലേ മാമ? ആ മോൾ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ കൊണ്ടു വിട്ടോളാം. വേണ്ട രാജമ്മേ. രാജമ്മയോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. രാജമ്മയ്ക്ക് എന്നോട് അമ്മയ്ക്കെന്താ ആ മാമന് പേടിയാണോ? ആ മാമന്റെ മീശ കണ്ടിട്ടാ? അതെ. അച്ഛന്റെ മീശ അതിലും വലുതാണല്ലോ. നീ ഒന്നും മിണ്ടാതിരി.
കൃഷ്ണൻകുട്ടി ദിവസവും കുടിക്കോ? ദിവസം കുടിക്കാതെ കൃഷ്ണൻകുട്ടി ചേട്ടന് ഉറക്കം വരില്ല. കുടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടി രാജമ്മയെ തല്ലാറുണ്ടോ? കുടിച്ചു കഴിഞ്ഞ് ദേഷ്യം കേറിയ ഒന്ന് പറഞ്ഞ് രണ്ടിന് ആരെയും തല്ലും. നേരത്തെ എപ്പോഴും വഴക്കുണ്ടാക്കും. രാജമ്മ ചേച്ചി കെട്ടിയ പിന്നെ ഇപ്പൊ കുറവാ. ഇന്നലെ മാത്തച്ഛന് നന്നായിട്ട് കൊടുത്തു. അതവന് കിട്ടേണ്ടതാ. ഏതായി മാത്തച്ഛൻ? ആ ലോറിക്കാരൻ. ഇന്നാൾ എന്നെ കയറി പിടിക്കാൻ വന്നപ്പോഴാ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കൈ കൊണ്ട് കിട്ടിയത്. കൃഷ്ണൻകുട്ടി ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഷേപ്പ് മാറ്റിയാനെ. ദേവകി ആള് കൊള്ളാല്ല. അപ്പോ എന്നെ ഇഷ്ടപ്പെട്ടോ? ദേവകിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുരുഷന്റെ മനസ്സിലെ മോഹമെന്ന വിത്തുകൾ ഏത് പെൺകുട്ടിയുടെ മനസ്സിൽ വേണമെങ്കിലും വിതയ്ക്കാം. പക്ഷെ അവ മുളച്ചു വളർന്ന് പന്തലിച്ചിട്ട് ആവശ്യമില്ലാന്നറിയാമെങ്കിൽ വിതറാതിരിക്കുന്നല്ലേ നല്ലത്. ദേവകിയെ എനിക്കിഷ്ടമാണ്, എനിക്കില്ലാത്ത എന്റെ കൊച്ചു പെങ്ങളെ പോലെ. എന്താടി നിന്ന് മൂങ്ങണത്? മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തോന്നാ പറഞ്ഞേ? മാത്തച്ഛനെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടാ?